ഹരി ഓം നമസ്തേ. ഇന്ന് ശ്രീമന്നാരായണീയത്തിലെ 32-ാം ദശകമാണ് വായിക്കാൻ പോകുന്നത്. മത്സ്യാവതാര കഥയാണ് അതിൽ വർണ്ണിച്ചിരിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വധിത്സ കില മത്സ്യരൂപം. അർത്ഥം: പുരാ പണ്ട് ഹയഗ്രീവ മഹാസുരേണ, ഹയഗ്രീവൻ എന്ന മഹാസുരനാൽ, ഷഷ്ടാന്തരാന്തോദ്യതകാണ്ഡകൽപേ, 6-ാമത്തെ ചാക്ഷുഷമന്വന്തരത്തിൻ്റെ ഒടുവിൽ ഉണ്ടായ നൈമിത്തിക പ്രളയത്തിൽ, നിദ്രോന്മുഖ ബ്രഹ്മമുഖാത്, ഉറങ്ങാൻ തുടങ്ങുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്തുനിന്ന്, വേദേഷു ഹൃതേഷു, 4 വേദങ്ങളും അപഹരിക്കപ്പെട്ടപ്പോൾ, ത്വം മത്സ്യരൂപം അധിത്സ കില, നിന്തിരുവടി മത്സ്യശരീരം സ്വീകരിക്കാൻ ഇച്ഛിച്ചുവല്ലോ. 2-ാമത്തെ ശ്ലോകം. സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുർനദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യഥാ കശ്ചന ബാലമീന. അർത്ഥം: നദീജലെ തർപ്പയതഃ, നദീജലത്തിൽ സന്ധ്യാതർപ്പണം ചെയ്യുന്ന ദ്രമിളാധിഭർത്തുഹു, ദ്രവിഡരാജാവായ സത്യവ്രതസ്യ, സത്യവ്രതൻ്റെ, കരാഞ്ജലൗ, കൈക്കുടന്നയിൽ, തദാനീം സഞ്ജ്വലിതാകൃതിഹി, അപ്പോൾ മിന്നിത്തിളങ്ങുന്ന ആകൃതിയുള്ള, കശ്ചന ബാലമീനഃ, ഒരു മത്സ്യക്കുട്ടിയായി, ത്വം അദൃശ്യഥാഃ, നിന്തിരുവടി കാണപ്പെട്ടു. 3-ാമത്തെ ശ്ലോകം. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേംബുപാത്രേണ മുനിസ്വഗേഹം സ്വൽപൈരഹോഭി കലശീം ച കൂപം വാപീം സരശ്ചാനശിഷേ വിഭോ ത്വം. അർത്ഥം: മുനിഹി ജലേ ക്ഷിപ്തം ചകിതം ത്വാം വിലോക്യ, തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ആ രാജർഷി നദിയിലെ വെള്ളത്തിലിട്ടപ്പോൾ ഭയപ്പെട്ട അവിടുത്തെ കണ്ടിട്ട്, ത്വാം അംബുപാത്രേണ സ്വഗേഹം നിന്നെ, നിന്തിരുവടിയെ ജലപാത്രത്തിലാക്കി തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. വിഭോ ത്വം സ്വൽപൈഹി അഹോഭിഹി കലശീം കൂപം വാപീം സരഹ ച ആനശിഷേ. സർവവ്യാപിൻ, നിന്തിരുവടി കുറച്ചു ദിവസങ്ങൾ കൊണ്ട് കുടം, പിന്നെ കിണറ്, അനന്തരം കുളം, പിന്നീട് സരസ് എന്നിവ നിറഞ്ഞു നിന്നു. 4-ാമത്തെ ശ്ലോകം. യോഗപ്രഭാവാത് ഭവതാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതിദൃക്ഷുമേനം സപ്താഹമാസ്വേതി വദന്നയാസി. അർത്ഥം: തതഃ, പിന്നീട്, ഭവതാജ്ഞയായേവ, അവിടുത്തെ ആജ്ഞയാൽ തന്നെ, മുനിന യോഗപ്രഭാവാത് പയോധിം നീതഃ ത്വം, സത്യവ്രതമുനിയാൽ യോഗശക്തി കൊണ്ട് സമുദ്രത്തിലേക്ക് നയിക്കപ്പെട്ട നിന്തിരുവടി, അമുനാപൃഷ്ടഃ, ഈ സത്യവ്രതനാൽ അഭ്യർത്ഥിക്കപ്പെട്ടവനായിട്ട്, കൽപ്പതിദൃക്ഷം ഏനം, പ്രളയം കാണാൻ കൊതിക്കുന്ന അദ്ദേഹത്തോട്, സപ്താഹം ആസ്വ, 7 ദിവസം കാത്തിരിക്കുക എന്ന്, ഇതി വദൻ അയാസി, എന്ന് പറഞ്ഞുകൊണ്ട് മറഞ്ഞുപോയി. 5-ാമത്തെ ശ്ലോകം. പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര
സപ്തർഷിഭിः സാർദ്ധമപാരവാരിണ്യുദ്ഘൂർണമാന ശരണം യയൗ ത്വാം. അർത്ഥം: ത്വതുക്തേ അഹനി പ്രാപ്തേ, നിന്തിരുവടി അരുളി ചെയ്ത ദിവസം വന്നപ്പോൾ ഭൂമിതലേ വാരിധാരാ പരിപ്ലുതേ മുനീന്ദ്രഃ, ഭൂമിയെല്ലാം ജലധാരയിൽ മുങ്ങിപ്പോയപ്പോൾ ആ സത്യവ്രത രാജർഷി സപ്തർഷിഭിः സാർദ്ധം, സപ്തർഷികളോടൊപ്പം, അപാരവാരിണി ഉദ്ഘൂർണമാനഃ, കര കാണാത്ത പ്രളയജലത്തിൽ ചുറ്റിത്തിരിയുന്നവനായിട്ട്, ത്വാം ശരണം യയൗ, നിന്തിരുവടിയെ ശരണം പ്രാപിച്ചു. ഇന്നത്തെ കഥയിൽ പറയുന്നത് മത്സ്യാവതാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അവതാര പ്രയോജനം സൂചിപ്പിച്ചുകൊണ്ട് കഥ തുടങ്ങുന്നു. പണ്ട് ഹയഗ്രീവൻ എന്ന മഹാസുരനാൽ 6ാമത്തെ ചാക്ഷുഷമന്വന്തരത്തിൻ്റെ ഒടുവിൽ ഉണ്ടായ നൈമിത്തിക പ്രളയത്തിൽ ഉറങ്ങാൻ തുടങ്ങുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് 4 വേദങ്ങളും അപഹരിക്കപ്പെട്ടപ്പോൾ ഭഗവാൻ മത്സ്യശരീരം സ്വീകരിക്കാൻ ഇച്ഛിച്ചു. ഭഗവാൻ എവിടെയാണ് അവതരിച്ചത് എന്ന് പറയുന്നു പിന്നീട്. നദീജലത്തിൽ സന്ധ്യാതർപ്പണം ചെയ്യുന്ന ദ്രവിഡ രാജാവായ സത്യവ്രതൻ്റെ കൈക്കുടന്നയിൽ അപ്പോൾ മിന്നിത്തിളങ്ങുന്ന ആകൃതിയുള്ള ഒരു മത്സ്യക്കുട്ടിയായി ഭഗവാൻ കാണപ്പെട്ടു. തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സത്യവ്രത രാജർഷി നദിയിലെ വെള്ളത്തിലിട്ടപ്പോൾ, ആ മത്സ്യത്തെ നദിയിലെ വെള്ളത്തിലിട്ടപ്പോൾ ഭയപ്പെട്ട ഭഗവാനെ കണ്ടിട്ട്, അതായത് ആ മത്സ്യം ഭയപ്പെട്ടതായി കണ്ടിട്ട് ഭഗവാനെ ജലപാത്രത്തിലാക്കി തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ആശ്രമത്തിൽ ചെന്ന് ജലപാത്രത്തിൽ ഒതുങ്ങാതായ മത്സ്യത്തെ ആദ്യം കുടത്തിലും അതിലും ഒതുങ്ങാതായപ്പോൾ ക്രമേണ വളരുന്നതിനനുസരിച്ച് കിണറ്റിലും കുളത്തിലും തടാകത്തിലും നിക്ഷേപിച്ചു. അത്ഭുതം! എല്ലാത്തിലും ആ മത്സ്യരൂപം നിറഞ്ഞു നിന്നു. പിന്നീട് ഭഗവാന്റെ ആജ്ഞയാൽ തന്നെ സത്യവ്രത മുനിയാൽ യോഗശക്തി കൊണ്ട് സമുദ്രത്തിലേക്ക് നയിക്കപ്പെട്ട ഭഗവാൻ ഈ സത്യവ്രതനാൽ അഭ്യർത്ഥിക്കപ്പെട്ടവനായിട്ട് പ്രളയം കാണാൻ ഇച്ഛിക്കുന്ന അദ്ദേഹത്തോട് 7 ദിവസം കാത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറഞ്ഞുപോയി. ഭഗവാൻ അരുളി ചെയ്ത ദിവസം വന്നപ്പോൾ ഭൂമിയെല്ലാം ജലധാരയിൽ മുങ്ങിപ്പോയപ്പോൾ സത്യവ്രത രാജർഷി സപ്തർഷികളോടൊപ്പം കര കാണാത്ത പ്രളയജലത്തിൽ ചുറ്റിത്തിരിയുന്നവനായിട്ട് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു.